ആരാ ചീക്കുവാവുന്നേ? ചേച്ചിയുടെ കൊച്ചിൻ്റെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പോൾ ചീക്കുന് ഫാൻസി ഡ്രസ്സിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അവൻ തന്നെ ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കടൽ കൊള്ളക്കാരനാണോന്നാണ് കേട്ടോ അവൻ പറഞ്ഞത്. ഞങ്ങളത് ചോദിക്കുകയും ചെയ്തായിരുന്നു, ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചിരുന്നു. സാധാരണ എല്ലാവരും പറയുന്നത് ഡോക്ടർ ആവണം, മാവേലി ആവണം എന്നൊക്കെയാണല്ലോ. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ ലുക്ക് വേണം എന്നാണ് കേട്ടോ അവൻ പറഞ്ഞത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾ മുടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് തുണിയില്ലേ, അത് കടയിൽ നിന്ന് 45 രൂപ കൊടുത്ത് വാങ്ങിച്ച് ബ്ലാക്ക് കളറിലുള്ളത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മുത്തൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ ക്യാപ്പും കോട്ടും ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ ചെയ്ത്. മേക്കപ്പിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. കൺമഷി കൊണ്ട് കണ്ണും മീശയും വരച്ചു, താടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കുട്ടു ഞങ്ങൾ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി ജാക്ക് സ്പാരോ ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ താഴത്ത് അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ താഴത്ത് വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിർത്തി 2-3 ഫോട്ടോസ് എടുത്തു. ഈ ലുക്ക് വേറെ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇവനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കായിരുന്നു, അടുത്ത് വന്നൊക്കെ നോക്കിയായിരുന്നു. കാരണം കൂടുതലും അവിടെ പട്ടാളക്കാരും ഡോക്ടേഴ്സൊക്കെയാണ്. അവർ കുറേ പിള്ളേർ അങ്ങനത്തെ ക്യാരക്ടറാണ് കൂടുതലും ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ ക്യാരക്ടർ ഒരു വെറൈറ്റി ആയിട്ട് എന്തായാലും തോന്നിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഡയലോഗ് അവിടെ വെച്ചിട്ടാണ് കേട്ടോ അവന് പഠിപ്പിച്ചു കൊടുത്തത്. ഡയലോഗൊന്നും അവൻ പറയാനായിട്ട് പ്രിപ്പയർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവൻ കറക്റ്റായിട്ട് പഠിച്ചു പറഞ്ഞു. പക്ഷേ അവൻ്റെ ഫസ്റ്റ് സ്റ്റേജാണത്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ടെൻഷൻ അവനുണ്ടായിരുന്നു. അപ്പോൾ നേരെ നോക്കിയില്ല. അതുപോലെ പോക്കറ്റിൽ തോക്കിരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് വെടി വെക്കാനും ആൾ മറന്നുപോയി. പക്ഷെ എന്നാലും അവൻ അടിപൊളിയായിട്ട് ചെയ്തു. ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിലും നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി അടിപൊളിയാക്കാമെന്ന് പറഞ്ഞിട്ടോ. നേരെ നമ്മൾ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം അവൻ ആ ക്യാപ്പ് വെച്ചിട്ട് തല വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു ആൾക്ക്. അതുകൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ വരണമെന്നും പറഞ്ഞതുകൊണ്ട്. ഈ പ്രൈസൊക്കെ പിറ്റേ ദിവസം ഇനി ക്ലാസ് ഉള്ളപ്പോൾ ചെല്ലുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. എന്തായാലും അവൻ അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും സന്തോഷമായിരുന്നു.